വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. കേട്ട ദൈവജനത്തിന്റെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ ഓർത്തി അനുവദിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കായി വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. ഹല്ലേലൂയ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ഇരിക്കും എന്നല്ല, ഇരിക്കുന്നത് പോലെ തന്നെ. അർത്ഥം, യേശു ഈ ലോകത്തിലേക്ക് വന്നു തന്റെ പിതാവിനാൽ മാതാവിനാൽ 30 വയസ്സുവരെ സ്തോത്രം ജീവിച്ചത്. ഗലീലിൽ വന്ന യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. 3.5 വർഷക്കാലം കൊണ്ട് ഈ ലോകത്തിൽ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ച് ശിഷ്യന്മാരെ ഒരുക്കിയെടുത്ത് അവരെ ഈ ലോകത്തിൽ തനിക്ക് ശേഷം ശുശ്രൂഷിപ്പാൻ ആത്മനിയോഗവും അധികാരം നൽകി ഉടനെ ആത്മാവിനെ പകർന്ന് ഒടുവിൽ അവരെ ഉയർത്തിയ ശേഷം ആത്മാവിനെ ഊതി സ്തോത്രം അവർ ഉറച്ചു നിൽക്കണമെന്നെല്ലാം അനേക ദൃഷ്ടാന്തങ്ങളാൽ അപ്പോസ്തലർ 1-2 വാക്യങ്ങളിൽ പറയുന്നു. അനേക ദൃഷ്ടാന്തങ്ങളാൽ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ കാണിച്ചു കൊടുത്തുള്ള 3-ാം വാക്യത്തിൽ കാണുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നീ ഏത് സമയത്താണ് ഈ കാല ആരാധനകളെ യഥാർത്ഥമാണ് നിങ്ങൾക്കുള്ളതല്ല എന്റെ പിതാവെന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിടത്തോളം എന്റെ സാക്ഷികളായി തീരണമെന്ന് പറഞ്ഞു. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു. അപ്പോസ്തലർ 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഇതാണ് യേശു പറഞ്ഞത്, ഞാനും എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും വന്നിരിക്കണം. അവിടെ ഇരിക്കുന്ന യേശു വീണ്ടും വരും എന്ന് സത്യം. ഹല്ലേലൂയ. താൻ കയറിപ്പോയി ഇരിക്കുമ്പേ പറഞ്ഞു, ഞാൻ വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും വരും. എന്തിനു വേണ്ടിയാണ്? ജയിക്കുന്നവനെ എന്നോട് കൂടെ ഇരുത്തുക. എന്താ ജയിക്കേണ്ടത്? ലോകം, ജഡം, സാധാരണ ജയിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡത്വമല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അധിപതിയോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും ജയിക്കണം. അങ്ങനെ ഒരു ദൈവസഭ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഈ ശരീരത്തിരിക്കുമ്പോൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. താൻ 2ാമത് പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിന്റെ പിന്നാലെ ഒരു വ്യക്തി യാത്ര ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ യേശു തന്നെ പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ആദ്യം ത്യജിക്കണം, 2 ക്രൂശ് എടുത്ത് തന്നെ അനുഭവിക്കണം. ആരുടെ ക്രൂശ്? യേശുവിന്റെ ക്രൂശ് നമുക്ക് ആകെ ചുമക്കുവാൻ കഴിയത്തില്ല. നാം യേശുവിനെ പ്രതി മുന്നോട്ട് വെക്കുമ്പോൾ, നമ്മുടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോൾ, വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ, യേശുവിനോട് ഓടുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ ഒരു ക്രൂശ് വരും. പുറകോട്ട് വലിച്ചെറിയുന്ന ക്രൂശ്, അപവാദം, നിന്ദകൾ, സ്തോത്രം, നമ്മെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന. ഹല്ലേലൂയ. അതേ, നമ്മുടെ അകത്തെ മനുഷ്യരിൽ ദൈവസ്നേഹം അകത്തിരുന്ന് ആത്മാവിൽ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉറച്ചു നിന്ന് ക്രിസ്തുവിൽ വളരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയെങ്കിലും തകർത്തുകളവാൻ എഴുന്നേൽക്കുന്ന ചിത്രശക്തികൾ, ഇതാണ് നിങ്ങൾ വഹിക്കുന്ന ക്രൂശ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ക്രൂശിനെ നോക്കി ഇറങ്ങി തിരിച്ചവരെ, ഹല്ലേലൂയ, ഒന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത കൊള്ളാവുന്ന സാക്ഷികൾ
സാക്ഷികളായി ജയിച്ചു ഒരു ദിവസം ജയാളിയായി നമ്മുടെ അരുമനാഥനും കർത്താവുമായ യേശു ഇരിക്കുന്ന ഇടമായ സ്വർഗ്ഗത്തിലുള്ളത് അന്വേഷിപ്പാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവയ്ക്കും തന്റെ അഭിഷേകത്തിനും വേണ്ടി ഒരു സ്വർണ്ണപുസ്തകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയിലേക്ക് തള്ളിയിടുമെന്ന് പറഞ്ഞു. ആ ഹല്ലേലൂയ സ്വപ്നം ഒരു ഭാഗത്ത് തീപ്പൊയിലേക്ക്, ലോകത്തിൽ ജയിക്കാതെ തോറ്റുപോകുന്നവൻ തീ വീഴുമ്പോൾ ജയിക്കുന്നവൻ കൂടെ ഇരിക്കുന്ന ഒരു നാൾ വരാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആത്മാവിൽ പരിന്തരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. സ്വർഗ്ഗരാജ്യമെന്ന് ആവർത്തിച്ച് യേശു പറഞ്ഞതിനെ വർണ്ണിക്കുന്നവരാണ് മത്തായി. മറ്റെല്ലാവരും ദൈവരാജ്യം എന്ന് പറയുമ്പോൾ മത്തായി പറഞ്ഞു സ്വർഗ്ഗരാജ്യം. യേശു പറഞ്ഞു സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എങ്ങനെ അതിനായി ഒരുങ്ങാൻ കഴിയും? മാനസാന്തരപ്പെട്ട് ഒറ്റ കാരണത്താൽ യേശു ഇരിക്കുന്ന ഇടമായ നിത്യതയും നമുക്ക് ഇരിപ്പാനായി കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവേ ഹല്ലേലൂയ. അതേ നമ്മൾക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്ന പലതിനെയും നമുക്ക് ഹല്ലേലൂയ വഹിക്കുവാനും സഹിക്കുവാനും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനുമായി കൃപ പകരേണ്ടതിനാണ് ഈ മാനസാന്തരം നാം അനുഭവിച്ചത്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടത്. ചിലർ ചോദിക്കും, അയ്യോ അതിന് എനിക്ക് കഴിയുമോ? നിശ്ചയമായി കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഈ കരുണയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവസഭയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മാനസാന്തരപ്പെട്ടു ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മാനസാന്തരപ്പെട്ട ഒരു ആത്മമനുഷ്യനകത്തുണ്ട്. പക്ഷേ ഒരിക്കലും സമ്പത്തിലോ സമൃദ്ധിയിലോ ഈ ലോകത്തിൽ ഏതൊക്കെ സ്ഥാനവാഹനങ്ങൾ കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു ജഡമനുഷ്യനകത്താണ് ആയിരിക്കുന്നത്. അങ്ങനെയല്ല വാസേ. ആർത്തിയുള്ളവരെ തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? ആഗ്രഹം നല്ലതാ, അത്യാഗ്രഹം പാടില്ല. ആഗ്രഹം നല്ലതാ, അത്യാഗ്രഹം പാടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥന ദരിദ്രനായി തീർന്നിട്ട് ദൈവത്തിന്റെ നാമത്തെ നിന്ദിപ്പാനായി ഇടത്. ഞാൻ സമ്പന്നനായി തീർന്നിട്ട് ദൈവം ആരെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാനും ഇടവരരുത്. നിത്യവൃത്തി നമ്മൾ പോറ്റണം. നിത്യവൃത്തിയിൽ ആരെങ്കിലും തൃപ്തിപ്പെടുവോ? ദൈനംദിന ആഹാരം തരുന്നുണ്ട്, വസ്ത്രം തരുന്നുണ്ട്, എല്ലാ കാര്യം ഒരുക്കുന്നുണ്ട്. ഇത് തൃപ്തനാണോ മനുഷ്യൻ? തൃപ്തനാണ് എന്ന് പറഞ്ഞത് കരവരുത്തി കല്ലിൽ പറഞ്ഞാട്ടെ, ഒരാൾ മാത്രമുണ്ട്. ഹല്ലേലൂയ. നിത്യത തന്നിലെത്തോളം നീ നടത്തുന്നെ നിശ്ചയമാ എൻ പ്രാണനാഥേ നിന്നുവാരും അന്നും തീരും വേദനകൾ. ഇതെല്ലാം പറയുമ്പോൾ നിത്യവൃത്തി പോറ്റെന്ന് അറിയുമ്പോൾ, ദൈവം നടന്നു പറയുമ്പോൾ വീണ്ടും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിവെക്കണം. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി കരുതണം. ഇതുകൊണ്ട് ഈ നാളേക്ക് വേണ്ടി കരുതണമെന്ന ലക്ഷ്യത്തിൽ പലതിലേക്കും തിരിയുമ്പോഴാണോ നാം പ്രാപിച്ച അഭിഷേകത്തിൽ നിന്ന്, നമ്മുടെ വിളിയിൽ നിന്ന്, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കണം. അപ്പോ നിങ്ങൾ പറഞ്ഞത് ദാരിദ്ര്യമുള്ളത് മാത്രമേ അന്ന് ആത്മാവിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നാണോ? ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നത് വെറുതെയാണ്. അബ്രഹാം ബഹുസമ്പത്തിന്റെ ഉടമയാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു എന്നാണ് കാണുവാൻ കഴിയുക. ഉൽപ്പത്തി 12 മുതൽ നിങ്ങളെ അടുത്തുള്ള തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചാൽ ദൈവം തന്നെ അത് മുതൽ വിളിച്ചിട്ട് കാണിപ്പാൻ ദേശത്ത് പോകാ എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. കടന്നു പോകുമ്പോൾ ലോത്ത്, ഹല്ലേലൂയ സ്തോത്രം,
നടക്കാം. അവൻ അവിടെ നന്മ കൊടുത്തു. ദൈവമേ, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ നെടുകിൽ കുറെ നടന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നീ ആയിരിക്കും നെടുകിൽ കുറെ നടക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലും ആരും കേൾക്കുന്നത് എന്നാണ്. കാരണം ഉറച്ച് നവാവും ശബ്ദം എന്ന് പതുക്കെ പ്രാർത്ഥിക്കും. അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? ബുദ്ധിയുണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ അങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങളിൽ വരുന്ന ദൈവശബ്ദത്തെ ഒതുക്കുന്നുണ്ട്. നിങ്ങൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് പറഞ്ഞ ബുദ്ധി കൊണ്ട് പാടും, ആത്മാവുകൊണ്ട് പാടും. ആത്മാവുകൊണ്ട് പാടുമ്പോൾ ആത്മാക്കൾക്ക് പ്രയോജനമായി തീരും. ബുദ്ധി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് 4 കാര്യം സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം ഭാഗവി നിങ്ങൾ കാര്യങ്ങൾ എന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ആത്മാവിൽ ജ്വലിക്കുവാൻ, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി. എന്തിന്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ. ഈ ആത്മമനുഷ്യന് വളർച്ചയില്ലാത്തടത്തോളം എങ്ങനെ യേശുവോട് പോയി ഇരിപ്പാൻ കഴിയും? ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണാൻ കഴിയും. യേശു പിതാവായ ദൈവത്തോട് പറയുന്ന ഒരു ശബ്ദം വേഗത്തിൽ വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം. അവരോട് കൂടെ ഇരുന്നപ്പോൾ യേശു ഇപ്പൊ ഭൂമിയിലാണ്. 17-ാം അധ്യായം എഴുതുന്ന സമയത്ത് യേശു ശിഷ്യന്മാരെ ഉപദേശം ഉറപ്പിക്കുകയാണ്. ആ സമയം യേശു പറയുന്ന ഒരു പദമാണ് നിങ്ങൾ വായിക്കുന്നത്. ഞാൻ അവരോട് കൂടി ഇരുന്നിരുന്നു, തന്നവരെ നടത്തിയിരുന്നു, അവർക്ക് വേണ്ടതെല്ലാം ക്രമീകരിച്ചിരുന്നു. ശരിയല്ലേ? 5 അപ്പം കൊണ്ട് 5000 പേര് ശിഷ്യന്മാരെ കണ്ടു. അവർ സന്തോഷമായി. അവരുടെ കരങ്ങളിൽ വലിയൊരു മീതി എടുക്കുവാൻ ഓരോ അപ്പോസ്തലന്മാരും ഓരോ ചുമക്കത്തക്കവണ്ണം ഭൗതിക നന്മകളെ കണ്ടു. അവർ മനസ്സിലായത് ദൈവത്തിനാണ്, ദൈവമാണ്, ദൈവം പ്രവർത്തിച്ചാലേ ഉള്ളൂ എന്ന് കാര്യങ്ങൾ മനസ്സിലായി. ദൈവം ഗുരുവും കർത്താവായ യേശു ആരെ കൊടുത്ത ഉപദേശവും നൽകിയ അനുഭവങ്ങളും അവർ നന്നേ അനുഭവിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് യേശു പറയുകയാണ് പിതാവായ ദൈവത്തോട്, കർത്താവേ, നീ എനിക്ക് തന്നവരെ ഞാൻ നടത്തിയിരുന്നു. ഞാൻ അവരോടുകൂടി ഇരുന്നപ്പോൾ നീ എനിക്ക് തന്നിട്ടുള്ളവരെ നിന്റെ നാമത്തിൽ ഞാൻ കാത്തു. ദൈവമേ, ഞാൻ അവരെ സൂക്ഷിച്ചു. ഇപ്പാരാ സൂക്ഷിക്കണ്ടേ? ഈ ആരാ സൂക്ഷിക്കണ്ടേ? അഭിഷേകം പ്രാപിച്ച ദേശത്തിന്റെ കാവൽക്കാരായി നിർത്തിയിട്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലരെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ചിലരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദേശത്തിന്റെ കാവൽക്കാരനായി ഒന്നാം മനുഷ്യനായ സ്തോത്രം ആദാമിന്റെ പുത്രന്മാരായ സ്തോത്രം ഹല്ലേലൂയ തന്റെ മകനെ വിളിച്ച് ചോദിച്ചു, നിന്റെ അനുജനായ ഹാവേൽ എവിടെ? ആരെ വിളിച്ച് ചോദിച്ചേ? ആരും കൊണ്ടുവന്നില്ല. ചോദിച്ചല്ലേ? ആരോട് ചോദിച്ചേ? ഹല്ലേലൂയ. ചിലർക്ക് പേര് പറയാൻ പേടിയാണ്. ഹായിനെ വിളിച്ച് ചോദിച്ചു, വിടോ, നിന്റെ അനുജനായ ഹാവേലെവിടെ? അവന്റെ രക്തം ഭൂമി നിന്നോട് നിലവിളിക്കുന്നത്. രക്തം കൊടുത്തന്ന് വിലയ്ക്ക് വാങ്ങുവാൻ സ്തോത്രം ഹല്ലേലൂയ വേഷത്തിൽ മനുഷ്യനായി സ്തോത്രം യോസേഫിന്റെ മകൻ നൽപകാലം അറിയപ്പെട്ട നാം സ്വീകരിച്ചു പറയുന്ന യേശു എന്ന കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനപ്പെട്ട് ശുശ്രൂഷ ആരംഭിച്ചിട്ട് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരെ 12 അപ്പോസ്തലന്മാരെ പേര് കൊടുത്ത് മർക്കോസ് 3-ാം അധ്യായം 13-ൽ കൂടെ ഇരിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും അധികാരം ഉണ്ടാകേണ്ടതിന് ഏൽപ്പിച്ച ശുശ്രൂഷ കൈമാറിയ കർത്താവ് സ്തോത്രം അവരെ ഉറപ്പിച്ച കർത്താവ് അവരോട് കൂടെ നടന്ന കർത്താവ് ഉപദേശിച്ചവർ അനുഗ്രഹിച്ച കർത്താവ്. നിങ്ങൾ ഏലിയാവിന്റെ കാലത്ത് പ്രാർത്ഥിച്ച് തീയിറക്കിയല്ലോ, ഞങ്ങൾ ഇറക്കിക്കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് ആത്മാവിന് അധീനമെന്ന് ചോദിച്ച് ശിഷ്യന്മാരെ ശാസിച്ച അവരെ സൗമ്യരാത്മാവിനാൽ സമാധാനത്താൽ സ്നേഹത്താൽ വിനയത്താൽ വിശ്വസ്തരായിരിക്കണമെന്ന് അവരെ പഠിപ്പിച്ച് ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെന്ന് പറയുകയല്ല, തന്റെ ശിഷ്യന്മാർക്ക് കൈമാറി. അതേ ഈ കർത്താവ് പറയുകയാണ്, സ്തോത്രം, നീ എനിക്ക് തന്നിട്ടുള്ളവരെ ഞാൻ അവരോട് കൂടിയപ്പോൾ കാത്തുകൊണ്ട് അവരെല്ലാരും എന്ത് ചെയ്തില്ല? നശിച്ചു പോയിട്ടില്ല.
ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ സന്തോഷം അവിടെ ഉള്ളിൽ പൂർണ്ണമായി. എന്റെ സന്തോഷം യേശുവിനെ ഈ ഭൂമിയിൽ അയച്ച ദൗത്യം യേശു ചെയ്തു പൂർത്തീകരിച്ചിട്ടോ തനിക്ക് ഉറപ്പായി തന്നെ അയച്ച ദൗത്യം ഏറെക്കുറെ തീരുകയാണ്. ഇനി ക്രൂശിൽ മരിക്കുക എന്ന ഒറ്റ പദ്ധതിയെ എന്റെ മുമ്പിലുള്ളൂ. എന്തിനു വേണ്ടി? ലോകം ജഡം സാധാരണ തന്റെ സഭ അല്ലെങ്കിൽ ദൈവസഭ തകർത്തു ജയിച്ച ആ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രനായ ക്രിസ്തു ഇരുന്ന് മധ്യസ്ഥ ചെയ്യുന്നു എന്ന് നാം വായിക്കുമ്പോൾ പറയുന്നു ക്രിസ്തു തന്റെ ഐക്യ ചിന്തകാലത്ത് തന്റെ മരണത്തിന് രക്ഷിപ്പാൻ കഴിഞ്ഞോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും അപേക്ഷയും അപയാചനയും കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്നറിയിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ ദൈവവൈദ്യരെ, ആ യേശു ഇരിക്കുന്ന ഇടത്തേക്ക് ഇരിക്കുവാനായി സഭയെ ഒരുക്കുവാൻ നമ്മയൊക്കെ ആക്കിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് നാം, ഞാനും നിങ്ങളും. ഞാൻ മാത്രമല്ല നിങ്ങൾ മാത്രമല്ല ഞാനും. ഈ കാലഘട്ടം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജനത്തെ കാത്തുവയ്ക്കുവാൻ, ദേശത്തെ കാത്തുവയ്ക്കുവാൻ, കുടുംബത്തെ രക്ഷിക്കുവാൻ. അതുകൊണ്ടാണ് എഫേസ്യലേഖനത്തിൽ പറയുന്നത്, ഒരു കാര്യം ഈ വചനത്തോട് ജനസാത്താൽ വെളിപ്പാക്കി കറ ചുരുക്കമൊന്നും കൂടാതെ ആരെ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയായ ഭാര്യ അവന് കൊടുക്കണം. എവിടെ? നിത്യതയ്ക്ക് വേണ്ടി വരിക. അപ്പൊ ജോലിയുണ്ടോ? ചെറിയ പണി അയ്യോ എല്ലാ കാര്യങ്ങളും വെച്ച് കുടുംബത്തെ നോക്കി ഭാര്യ നോക്കി കുഞ്ഞുങ്ങളെ നോക്കി കൊടുക്കുക ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പുരുഷന്മാരിപ്പോൾ എല്ലായിടത്തും വാഗ്വാദം വിട്ടൊഴിഞ്ഞ് വിശുദ്ധനെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ മനസ്സിലെ ഉപദേശം ഒരാൾ ഉപദേശം ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല, അത് മാത്രം പറയരുത്. സ്വർഗം വേണം കാര്യം, അത് മാത്രം പറയരുത്. കാര്യം എന്താണ്? എല്ലാവരും ഐക്യതേ, അത് മാത്രം പറയരുത്. എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കണ്ടിട്ടുള്ള സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും സ്നേഹിപ്പാൻ കഴിയാത്തവരെ എങ്ങനെ കാണാത്ത ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുവൻ യാഗം കഴിപ്പാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ വഴിയിൽ വെച്ചിട്ട് നിരക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും അപ്പനും അമ്മയാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അയൽവാസിയാകട്ടെ, അവർക്കൊരു ക്ഷമ കൊടുക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, നിങ്ങൾ പറയുന്ന ഈ സുവിശേഷത്തിന്റെ സ്നേഹത്തിന് യാതൊരു പ്രശസ്തിയില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ അവന്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുത്തന്റെ പിന്നാലെ വരുവാനിച്ചാൽ ത്യജിക്കണം. എന്തോ ത്യജിക്കണം? ഞാനവിടെ ഭയങ്കര പോലീസ് അല്ലേ, ഞാൻ പറഞ്ഞതാ. എന്തോ പറഞ്ഞേ? ഈ ശ്വാസം പോയാൽ തീർന്നു. ഇനി എത്ര ഏത് പോപ്പെന്ന് പറഞ്ഞാൽ ശരി, ശ്വാസം പോയാൽ തീർന്നു. ഈ ലോകത്തിൽ ഏറ്റവും വലിയ അപ്പോസ് പറഞ്ഞാൽ ശരി, തീർന്നു. ഇതാണ് ജീവിതം. ഇവിടെ ജീവിക്കുമ്പോൾ അതുകൊണ്ട് അവൻ ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനമായി വെളിപ്പെടണം. അതിനവൻ ലോകം ജഡം സാധാരണ ജയിക്കണം. ആ ജയത്തിൽ ചിലതൊക്കെ ത്യജിക്കുവാൻ കഴിയണം, വെറുക്കുവാൻ കഴിയണം, ഉൾക്കൊള്ളത്തില്ല. അതിന്റെ അർത്ഥം ഞാൻ പറയും, പഴയ മനുഷ്യൻ ഇതുവരെ രൂപാന്തരം പ്രാപിച്ചില്ലേ? പഴയ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചെങ്കിൽ ക്ഷണിക്കാൻ കഴിയും, സഹിക്കാൻ കഴിയും. എന്റെ അറിവില്ലാതെ എന്തോ പറഞ്ഞു പോയി, അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു, നീ ആ മാനസാന്തരം ഞാൻ ക്ഷമിക്കുന്നു എന്ന് സഹോദരങ്ങളെ നോക്കി, അമ്മയപ്പനെ നോക്കി, മക്കളെ നോക്കി, മരുമക്കളെ നോക്കി പറയുന്നതിന്റെ പേരാണ് മാനസാന്തരം. അതാ ഞാൻ പറഞ്ഞത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ ഓരോന്നും സ്തോത്രം പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞ് നാളെ എണ്ണിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അതിൽ ജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, പിന്നീട് ഒരാളെ വലിക്കാൻ പറഞ്ഞത്. അതിനെയാണ് ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഓ, കണ്ടില്ലേ ഒരു മാനസാന്തരപ്പെട്ടവൻ എന്ന് പറഞ്ഞ് പുറകെ കളിയാക്കുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഓർക്കണം, എന്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് കടന്നുപോയ എല്ലായിടങ്ങളിലും പട്ടണങ്ങളിലും തന്റെ അടുക്കൽ വന്ന സകല വ്യാധിയും ദീനവും മരിച്ച ലാസറിനെ പോലും ജീവൻ കൊടുത്ത് 4-ാം ദിവസം പുറത്തു വാ എന്ന് വിളിച്ചിട്ടോ കൈപോയനായ എന്റെ കർത്താവും രക്ഷകനും ആ യേശുവിനെ ക്രൂശിക്കായി മാർത്തതല്ലാതെ ഇവൻ എന്റെ കുടുംബത്തിൽ നന്മ ചെയ്തവനെന്ന് ആരും പറഞ്ഞില്ല. ഇതുപോലെ ഒരുപക്ഷെ ചിലർ പറഞ്ഞിരിക്കാം, ചിലർ പറഞ്ഞില്ലെന്നിരിക്കാം, നിങ്ങളെ കണ്ടിട്ട് കാണാതെ പോയെന്നിരിക്കാം. ഹല്ലേലൂയ, അവർ നമ്മെ ആദരിച്ചില്ലെന്ന് വന്നിരിക്കാം. പക്ഷെ സ്വർഗം ആദരിക്കാതെ പോകത്തില്ല.
അതാ നിങ്ങൾ കഴിഞ്ഞ വിഷയം കേട്ടോണ്ടിരുന്നതോ? അവൻ നോക്കിയത് ഹൃദയത്തെയാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തെ ഉൾപോക്കിലെ ആരായുന്ന ദൈവം അവനോട് കൃത്യമായി സംസാരിച്ചു. അപ്പൊ അവന് മനസ്സിലായതാ, ഞാൻ ചെയ്തതല്ല ഇത് തമ്പുരാൻ കണ്ടു. രഹസ്യം പരസ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് വെച്ചെത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ അകത്ത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ രഹസ്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് കർത്താവിന്റെ മേൽ കൊടുത്താൽ നമ്മുടെ കർത്താവ് ജയിച്ചു. അതാണ് നിങ്ങൾ വായിച്ചത് വെളിപ്പാട് 3:21. എന്താ വായിച്ചേ? 20 പറയുന്നത്, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. 21 പറയാണ്, അങ്ങനെ ആരെങ്കിലും ജയിച്ച ദൈവശബ്ദം കേട്ടപ്പോ യേശുവേ നിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് യേശുവേ എന്റെ പാപം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തവരാണ് ഒരിക്കൽ നമ്മൾ. അതിൽ തന്നെ നിന്നില്ല. പിന്നെ എന്ത് ചെയ്തു? ആ പാപക്ഷമ പ്രാപിച്ചിരുന്നു. ഉറപ്പ് പാപങ്ങളെ ഓർമ്മപ്പോഴെല്ലാം പറഞ്ഞു, യേശുവേ എനിക്ക് ഇന്നൊരു കുറവുകളുണ്ട്, എനിക്ക് ഓർമ്മ വരികയാണ്, ക്ഷമിക്കണമേ ക്ഷമിക്കണമേ പറഞ്ഞു. ഒരുപക്ഷെ ചിലർ ദിവസങ്ങൾ എടുത്തു, ചിലർ മണിക്കൂറുകൾ എടുത്തു, ചില നിമിഷം കൊണ്ട് കുറവുകൾ ഏറ്റുപറഞ്ഞു പാപമോചനം പ്രാപിച്ച് പാപമോചനം തന്ന യേശുവിനെ ധരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി, അവന്റെ ഫലക്കാരനായി, അവന്റെ മകൻ മകളെന്ന പദവിയെത്തുവാനായി ക്രൂശിൽ മരിച്ച 3 ദിവസം അരിമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ തത്തുല്യമായി 3 സെക്കൻഡ് വിശ്വാസി ജലകല്ലറയിൽ താളത്തിൽ മരിച്ച വിശ്വാസി ജലകല്ലറയിൽ ഇറക്കി അവനോട് കൂടെ പുറത്തു വന്ന് പുറത്തു വന്ന പ്രതിനിധിയാവോ ക്രൂശിൽ വലത്തുള്ള അവനെ നോക്കി ഇന്ന് നീ എന്നോട് പറഞ്ഞതുപോലെ ഒരു യോഗ്യതയില്ലാത്ത പാപത്തിന്റെ വിളച്ചതയെ പാലുപോലെ വലിച്ചു കുടിച്ച സർവമാനരാശിക്കും കാൽവരിയിൽ ചെരിഞ്ഞ രക്തത്താൽ അവന്റെ രക്തം അല്ലെങ്കിൽ യേശുവിന്റെ രക്തം സകല ഭാഗവും പോക്കി ശുദ്ധി വരുത്തി സകല കന്മഷവും അശുദ്ധി മാറ്റി നമ്മെ ഒരു വിശുദ്ധരാക്കി തീർത്തു. ആ വിശുദ്ധരെ ധരിപ്പാൻ സ്ഥാനപ്പെട്ടു. അങ്ങനെ സ്ഥാനത്താൽ ക്രിസ്തുവിന്റെ മക്കളെന്ന മകൻ മകളെന്ന പദവിയിൽ ദൈവത്തെ മണവാട്ടി സഭ എന്ന പദവിയിൽ ജീവിക്കുന്ന ദൈവസഭയെ ഒന്നറിയണം. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സമ്മതിച്ചു, പക്ഷെ ശരീരത്തിന് വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ശരീരം പല ഭോഗങ്ങളും ഇമ്പങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷവും പറയുമ്പോ അകത്തെ മനുഷ്യൻ, അതുകൊണ്ട് ഗലാത്യ ലേഖനം വരുമ്പോൾ പൗലോസ് പറഞ്ഞത് ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിൽ വിരോധമാണ്. നീ അറിയുന്നുവോ? മനുഷ്യ, നിന്റെ മോഹങ്ങളെ ഒന്ന് പിടിച്ചടക്കുക, നിന്റെ ആഗ്രഹങ്ങളെ ഇച്ഛകളെ ഒന്ന് പിടിച്ചടക്കുക. നീ ഒന്ന് ത്യജിക്കുക, നീ തിരിഞ്ഞു നോക്ക്, നീ ആരെ നോക്ക്. നീ രക്ഷിക്കപ്പെട്ട ദൈവം എന്ന് പറയുമല്ലോ, നീ മാനസാന്തരപ്പെട്ടവൻ പെട്ടെന്ന് പറയുമല്ലോ. നീ ഒന്ന് ജയിക്കണം. ആരെ ജയിക്കണം? ലോകം ജഡം സാത്താൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ജയിക്കണം. അതുകൊണ്ടായി പൗലോസ് പറഞ്ഞത്, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നീ അറിവില്ലാതിരിക്കരുത്. അനക്ക് സത്യം കിട്ടണം, നീതി എന്ന പദം ധരിക്കണം, സമാധാന ശിക്ഷ ഒരിക്കൽ താൻ ചെരുപ്പാക്കണം, തുന്നന്റെ നിയമങ്ങളെ കെട്ടുന്ന വിശ്വാസം പരിഗണിക്കണം. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന ചെയ്ത് വേണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, ഹല്ലേലൂയ, തിന്മയോട് തോൽക്കാതെ നന്മ ചെയ്തുകൊണ്ട് ജയിക്കണമെങ്കിൽ ഈ മനുഷ്യനെ നോക്കി പറയാൻ കഴിയും, ഒരുവൻ ക്രൂശിക്കപ്പെട്ടു, എല്ലാ ലോകത്തിന്റെ ജഡഭോഗങ്ങളും ഇച്ഛകളെയും അവനോട് ക്രൂശിച്ചിട്ട ഞാൻ സ്ഥാനപ്പെട്ടത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, അവനത്ര എന്നിൽ ക്രിസ്തു ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഭാഗം വരും. ഒരു വാക്ക് തെറ്റിയാൽ പറയും സോറി, ക്ഷമിക്കണം സഹോദരി, ക്ഷമിക്കണം. നമുക്ക് രണ്ടുപേർക്കും സ്വർഗ്ഗത്തിൽ പോകണ്ട. ഹല്ലേലൂയ. ഞാൻ പറയും, അമ്മായിയമ്മ മക്കൾക്ക് മരുമക്കൾക്ക് വിഷമം കൊടുക്കണം. ഹല്ലേലൂയ. മരുമക്കൾ അമ്മയോട് അമ്മാവിയോട് കിട്ടണം. മക്കളും അമ്മയും മക്കളും പ്രിയപ്പെട്ടവർ വഴിയിരിക്കാൻ പാടില്ലേ? അപ്പനും മക്കളുമായി വഴിയിരിപ്പാല് ഒരു സൗരഭം നടന്നിരിക്കുന്നത്. മൂപ്പരിച്ചിരി കലിപ്പില്ല. ഒരു സൗരഭ കാര്യം, മൂപ്പരിത്തിരി കലിപ്പില്ല. അപ്പനും മോനും കൂടിയുള്ള ബന്ധം മൂപ്പരിത്തിരി. ഈ കലിപ്പും കഴപ്പൊക്കെ മാറണം. അതിന്റെ പേരാണ് മാനസവരം. മനസ്സിലായെന്ന് തോന്നുന്നു പറയാം. ഒറ്റ വാക്ക് മനസ്സിലായി. ഇതുപോലെ ആരൊക്കെയുണ്ട് കലിപ്പുണ്ടോ? ചെറുങ്ങനെ പോകും. ലോകം എന്താണ്? അവരെ ഉള്ള തീർത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? നേരിക്കൊണ്ടിരിക്കുക. കാരണം കാണുമ്പോഴേക്ക് 2 കുത്ത്
എന്തുകൊണ്ടാണ് പറയുന്നത്? കേൾക്കുന്നവർക്ക് വരവിപ്പ ആ ഭാഗത്ത് ഒന്നും വരരുതെന്ന് അതാണ് പറഞ്ഞത്. നിങ്ങളുടെ വാക്കുകളൊക്കെ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന്. എല്ലാവരോടും ക്ഷമിക്കാൻ നമുക്ക്. ഒരാളോടല്ലേ, നമ്മുടെ മക്കളോടോ മരുമക്കളോടോ അമ്മയാപ്പനോടോ അമ്മായിയോടോ അമ്മച്ചിയോടോ മാത്രമല്ല, മുത്തച്ഛനോടോ മാത്രമല്ലേ. നമുക്ക് ദൈവ പൈതലായി ഭൂമി ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ സകലർക്കും വിഷം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. സകലോട് ക്ഷമിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതിനു വേണ്ടി ജീവിക്കുന്ന ആരും പറയുന്നു ഹല്ലേലൂയ പറയാം, ഹല്ലേലൂയ പറയാം, സ്വന്തം പറയാൻ കൈവരുത്താൻ ആരും പലരും കാണും. ഇതെല്ലാം ജയിച്ചിട്ട് വേണം, ഇതെല്ലാം ക്രമീകരിച്ചൊന്ന് ജയിച്ചിട്ട് വേണം, ഒന്ന് വിശുദ്ധി നിലനിന്ന് വേണം അവിടെ പോകാൻ. ഇന്ന് പറയുമ്പോഴും വെടിപ്പുള്ള കയ്യിൽ നിർമ്മലതയോടെ കാണണം. കോഴ വാങ്ങിച്ച കറകളൊന്നും കാണരുത്. മനസ്സിലായോ? അതുകൊണ്ടാണ് വിശുദ്ധൻ തന്നതൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ, അഴിപ്പുള്ള ഭംഗിയായി കാണട്ടെ. ചില പറയില്ലേ, വിധി പറയല്ലേ കാണും സാറേ, പക്ഷേ അനുഭവിപ്പാൻ സാധുക്കളെ കാണത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇന്നത്തെ ലോകം പണമുണ്ടെങ്കിൽ അവൻ നീതിമാനാക്കും. സാധുക്കളിൽ സ്തോത്രം കെണിയിലകപ്പെടും. അത് ഇവിടത്തെ ഗവൺമെന്റുകളോ ഈ ലോകത്തെ നിയമങ്ങളോ അങ്ങനെ ചെയ്യുമായിരിക്കാം. നീതിയുടെ കോടതിയുണ്ട്, അതിന്റെ മുമ്പിൽ നിൽക്കേണ്ട ദിവസമുണ്ട്. ഇവരാ മഹാ കഷ്ടത്തിൽ വന്നവർ, കുഞ്ഞാൻ രക്തത്താൽ അഞ്ചി അളക്കി വെളുപ്പിച്ചവരെന്നോ സ്വർഗത്തിൽ എന്നെ അമ്മാവ് പ്രസംഗിക്കുന്ന എന്നെ നോക്കി നിങ്ങളെ നോക്കി ഒരു ദിവസം ദൂതന്മാർ പറഞ്ഞില്ലെങ്കിൽ അവനോടൊപ്പം ഇരിക്കാൻ പറ്റില്ല. അവരാണ് ജയിക്കുന്നവർ. ശംശോനിൽ വായിച്ചെടുത്തോ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 12-13 വാക്യം വേഗത്തിൽ വായിച്ചോ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തനോട് വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവരാ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇവർ സാധാരണക്കാരല്ല. ഇവരോട് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്താൽ കണ്ടോ, കുഞ്ഞാട്ടിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തം സകലഭാഗം പോയി ശുദ്ധീകരിക്കും. ചുമ്മാതെ പറയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യേശു ഇങ്ങോട്ട് വന്ന് സഭ എടുക്കുന്നത് വരെ എവിടെയെങ്കിലും ഓട്ടത്തിലോ ചിന്തയിലോ എവിടെയെങ്കിലും കൊച്ചു കരമുണ്ടെന്ന് നിങ്ങളുടെ ആത്മാവിൽ അകത്ത് തോന്നിയാൽ യേശുപ്പാ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് രക്തത്തിൽ ആശ്രയിച്ചു നാം മനസാക്ഷിയുള്ള കുറ്റം പറയാത്ത ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയായി ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കാരണം അവിടെ ഇവിടെ പോകുന്ന ആരും വല്ല കാര്യം പറയുന്നു. മൂപ്പന്മാർ ഒരുത്തനോട് ഇവർ മഹാ കഷ്ടത്തിൽ വന്നവർ, കുഞ്ഞാടകത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനം മുമ്പിലിരുന്ന അവന്റെ ആലയത്തിൽ അവനെ ആരാധന മാത്രമേ ഉള്ളൂ. എഴുന്നേൽക്കാം, അല്പസമയം ദൈവത്തിന് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ. ലോകം ജനം സാധാരണ തന്ത്രങ്ങളെ പദ്ധതികളെ അതിന്റെ രാഗമോഹം കൊണ്ട് ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തു യേശുവിന്റെ ഭാവം ധരിച്ചുകൊണ്ട് അവിടെ ഒരു ക്രിസ്തുവായി എത്തിച്ചേരുവാൻ, അവന്റെ മണവാട്ടിയായി എത്തിച്ചേരുവാൻ സഭയെ കാത്തിരിക്കുന്ന ഒരു ആത്മമണവാളനുണ്ട്. എപ്പോഴാ സഭ എടുക്കേണ്ടതെന്ന് സ്തോത്രം. രക്തത്തോടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവന്റെ വലതുഭാഗത്ത് പോകണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിയുമ്പോൾ പിതാവിന്റെ വലതുഭാഗത്തിൽ നിന്ന് പുത്രനായ ക്രിസ്തു പക്ഷപാതം ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ചോദിക്കട്ടെ സഹോദരങ്ങളെ, നാം രക്ഷിക്കപ്പെട്ടവരാണ്, സ്ഥാനപ്പെട്ടവരാണ്. നിത്യമെന്ന് വെളിപ്പാടിൽ ആത്മനാമണവാളനിൽ കർത്താവുമായ യേശു വരുന്ന നാളിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തെ
ദൈവത്തിന്റെ കാലത്തോടു കൂടി ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനശേഷം നാം രൂപാന്തരം പ്രാപിച്ചു അവന്റെ എടുക്കപ്പെടണം. എന്തിനാ? അവനോടൊപ്പം വാഴുവാൻ. വെളിപ്പാട് 3:20 പറയുമ്പോൾ അവനോടൊപ്പം ഇരിപ്പാൻ. ആ ശ്രേഷ്ഠമായ അനുഭവത്തിന് എന്നെ ഒരുക്കണമേ. നമ്മുടെ കരങ്ങളോട് നെഞ്ചോട് ചേർത്ത് വെക്കാം. യേശുവിനോട് ചോദിക്കാം, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. ആത്മാവേ, നിത്യതയുടെ വെളിപ്പാട് അങ്ങോടൊപ്പം ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ അനേക അനുഭവങ്ങൾ അങ്ങയോടുകൂടെ ഇരിപ്പാൻ കഴിയാത്ത അനുഭവത്തിന് വലയ്ക്കുമ്പോ അങ്ങയോടുകൂടെ ഇരിപ്പാൻ എന്നെ ഒരുക്കണമേ. എന്നെ ഒരുക്കണമേ അപ്പ. എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം. ഓ, എന്നെ സഹായിക്കണം. യേശു എന്നെ കുറവ് ക്ഷമിക്കണം. ഇനി എവിടെയെങ്കിലും കുറവ് എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ ആരോടാണ് നിരക്കേണ്ടത്? യേശു ഗിരിപ്രവാസമെന്ന് പറയാൻ മൂട എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിലൂടെ നിൽക്കേണ്ടി വരും. യേശുവേ, മറ്റുള്ള വാക്കുകൾ ചെവികൊടുക്കാതെ അടിച്ചുണർത്താൻ നമുക്ക് പറ്റത്തില്ല. അടിച്ചുണർത്തി നല്ല ജീവിതം ക്രിസ്തുവിൽ തികഞ്ഞ ഭക്തിയോടെ എല്ലാം ശാന്തമായി നിന്ന് കേട്ടോ. ചെയ്യുന്ന കർത്താവിന്റെ മുമ്പിൽ, ഇടയവരെ ആദരിപ്പാൻ പറഞ്ഞ കർത്താവിന്റെ മുമ്പിൽ, ഈ ചെറുത്തം ചെയ്തല്ല എനിക്ക് ചെയ്യുന്നു പറഞ്ഞ കർത്താവിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് ചെയ്യുവാണെന്ന് ഭാഗ്യം ലഭിച്ചു. സമ്മതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ അവനോടൊപ്പം ഇരിപ്പാൻ, അവനോടൊപ്പം ആ രാജ്യത്തിൽ വാഴുവാൻ, അവനിരിക്കുന്നിടത്ത് പോയി ഇരിപ്പാട്ടക്കവണ്ണം എന്റെ അകത്തെ മനുഷ്യൻ ഒരുങ്ങിയോ എന്ന് സ്വയം പരിശോധനയാക്കാൻ. യേശു സ്വാമി ഇവരെ അങ്ങയുടെ കരുത്തി തരികയാണ്. ആനന്ദ തൈലത്തിന്റെ അഭിഷേകം കൊണ്ട് നടക്കുന്ന യേശു പല കരങ്ങൾ തരികയാണ്. പാടി ഇവരെ അങ്ങ് കാണുകയാണ്. നന്ദി. ഞങ്ങൾ ഉള്ളതുപോലെ അറിയുകയാണ്. നന്ദി. അവിടുത്തെ സൽവിശുദ്ധ നിഷ്കളമെന്ന് പദവിയുമാണ് കൂടെ വാഴുവാൻ വേണം. ഓരോ നിമിഷവും വിശുദ്ധിയിലേക്ക് കയറോത്തവണ്ണം കർത്താവേ ഇവരെ കാത്തുകൊള്ളണമേ. അവരുടെ കരങ്ങളിൽ കൈമാറി പ്രാർത്ഥിക്കുകയാണ്. ഇവർ അങ്ങേക്കുള്ളവ. അങ്ങയുടെ വചനം ശ്രീപാട് കൊണ്ടുവന്നല്ലോ. ആത്മാവ് ഇറങ്ങി വന്ന് സംസാരിച്ചുവല്ലോ. ആത്മാവ് ഒരുക്കിയല്ലോ. അകത്തെ മനുഷ്യനെ ബലം പ്രാപിപ്പാണ്ടല്ലോ. കൃപ പകരുന്ന നാഥനെ ബലമുള്ള വല്ലഭത്തിൽ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൃപയിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.